വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലേവേഴ്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗുലാബ് ജാമുനാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ ഫേമസ് ആണ് നമ്മുടെ നാട്ടിലും ഗുലാബ് ജാമുന്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. നമ്മൾ ബ്രെഡ് കൊണ്ടും റവ കൊണ്ടും ഒക്കെ ഗുലാബ് ജാമുൻ ട്രൈ ചെയ്യാറുണ്ട്. ഇത് മിൽക്ക് പൗഡർ കൊണ്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ശരിക്കും ഗുലാബ് ജാമുൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ മിൽക്ക് പൗഡർ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ 2 ടീസ്പൂൺ മൈദ ഫ്ലോർ, ഇത് തന്നെ ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. മൈദ 2 ടീസ്പൂൺ, 1 കപ്പ് പാൽപ്പൊടി. ഇത് നമ്മൾക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഒരു വലിയ ബൗൾ എടുക്കുക, അതിലേക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ റവയാണ്. 1 ടീസ്പൂൺ റവ എടുത്തിട്ട് നമ്മളതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കും. 1 ടീസ്പൂൺ റവ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കും. വച്ചിട്ട് അത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ട് അത് ചേർക്കത്തുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് ഒരു നുള്ളു പിഞ്ച് ഉപ്പാണ്. മധുരമുള്ള ഡിഷാണല്ലോ, അപ്പോൾ ശകലം ഉപ്പിൻ്റെ ഒരു ഇടുന്നത് നല്ലതാണ്. പിന്നെ വേണ്ടത് ബട്ടറാണ്, മെൽറ്റഡ് ബട്ടറാണിത്. അപ്പോൾ ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ബട്ടർ ഓരോ ടീസ്പൂൺ ഒഴിച്ചിട്ട് പുട്ടുപൊടി നനയ്ക്കുന്ന മാതിരി ഇങ്ങനെ കൈകൊണ്ട് നനച്ചെടുക്കുക. 2 ടീസ്പൂൺ ഫുള്ള് ബട്ടർ ചേർത്താൽ മതിയാവും. ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്. ബട്ടർ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുഴച്ച് കൊടുക്കുക. ബട്ടർ കൂടി പോകരുത്, ആകെ 2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നനഞ്ഞ ശേഷം നമ്മൾ പിന്നെ പാല് കൊണ്ടാണ് ഇത് കുഴക്കുന്നത്. ആദ്യം തന്നെ ഫുള്ള് പാലൊന്നും ഒഴിക്കാൻ പാടില്ല. പാല് കുറച്ചേ നമ്മൾ ചേർക്കാവുള്ളൂ. ഇപ്പോൾ റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ആ റവയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ്. പാല് അളവൊന്നുമില്ല, കുറച്ച് ഒഴിക്കുക. ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം കൂടി പോകരുത്. കൂടിപ്പോയാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നന്നായിട്ട് ബോളാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല ഹാർഡായി പോകും നമ്മുടെ ഗുലാബ് ജാമുൻ. പിന്നെ എണ്ണയിലിട്ടാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പാകമായിരിക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിലും കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഞാൻ കുറേശ്ശെയാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ആകെ 2 ടീസ്പൂൺ പാൽ ഇതിന് ആവശ്യം വരുള്ളൂ കുഴക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലൊക്കെ ഇത് ഒട്ടുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ബട്ടർ തൂത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചുരുട്ടി മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വച്ചിട്ട് നമുക്കിത് ബോളാക്കി എടുക്കാം. ഇത് ബോളാക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. വെറുതെ നമ്മളിങ്ങനെ ഇതാക്കിയാൽ അതിനൊരു ക്രാക്സ് വീണിട്ടുണ്ടാവും. അപ്പോൾ ക്രാക്സ് ഇല്ലാതെ നല്ലതായിട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ബോളാക്കി എടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളം കയ്യിൽ ഇത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കണം. ആദ്യം പ്രസ് ചെയ്തിട്ട് ഉരുട്ടണം. തനിയെ അതിങ്ങനെ നന്നായി ടൈറ്റായി വരും. അങ്ങനെ ബോളാക്കി എടുക്കുക. ഇതുപോലെ ബോളാക്കി എടുക്കുക. ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ബോളാക്കി എടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് വലുപ്പം വേണമെങ്കിൽ കുറച്ചുകൂടി അധികം ഇതിൻ്റെ ഡൗ എടുക്കുക. ചെറുത് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കുക. നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ വലുതായി വരും. ഡബിൾ സൈസ് ആകും ഓരോ ഗുലാബ് ജാമുനും. അപ്പം അതിനനുസരിച്ചുള്ള വലിപ്പം മാത്രം ബോളിന് ഇട്ടാൽ മതി. നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും തനിയെ അതിങ്ങനെ ബോളായി വന്നുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഇന്നൊന്ന് കറക്കി കൊടുത്താൽ മതി. കണ്ടോ, നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കല്ല.
ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് ഞാനിപ്പോൾ 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് സിറപ്പ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ 1 കപ്പ് ഷുഗറിന് 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള ഷുഗർ സിറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന അടുത്തത് ഏലക്കയാണ്. ഏലക്ക പൊടിച്ച് ചേർക്കരുത്. ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തരിയൊക്കെ കിടക്കും. അപ്പോൾ അതൊരു കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഫുള്ളായിട്ട് ചേർക്കുക. അവസാനം തന്നെ എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ വനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേരുമ്പം ഉള്ള ആ ഒരു ഫ്ലേവറാണ് ഈ ഗുലാബ് ജാമിൻ്റെ ശരിക്കും ഉള്ളൊരു ഫ്ലേവർ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ്, ഫുള്ള് വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. അത് ഷുഗർ സിറപ്പ് കട്ടിയാവാതിരിക്കാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. നമുക്ക് ഷുഗർ സിറപ്പിൻ്റെ പാകം അറിയാനായിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാകത്തിൽ അത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ബോൾസ് എല്ലാം കൂടി നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, റീഫൈൻഡ് ഓയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ കുത്തി ഇളക്കരുത്, അത് പൊട്ടിപ്പോകും. പതുക്കെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ തവി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എല്ലാ ഭാഗവും ഈവനായിട്ട് ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ ഓരോ വശം കരിഞ്ഞു പോകും, ഒരു വശം വേവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി അതിലേക്കൊന്നും പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആകെ ഇതാകും. അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ഡാർക്ക് ഗോൾഡൻ കളറാകാം, ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതെടുക്കാം. ചെറിയ തീയിലാണ് ഇത് ഉണ്ടാക്കാവുള്ളൂ. ഒരിക്കലും തീ കൂട്ടിയിടരുത്. അതിൻ്റെ ഉൾഭാഗമൊന്നും വേവത്തില്ല. നമ്മൾ വളരെ ചെറിയ ഒരു മീഡിയമിലും ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ആദ്യം എണ്ണ നന്നായി ചൂടാക്കുക, പിന്നെ ലോ ഫ്ലെയിമിലിടുക, എന്നിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. എടുത്തിട്ട് ചൂടായിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇതിടണം. സിറപ്പ് തണുത്ത് പോകരുത്. തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ അടുപ്പിലൊന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചത് ഇട്ടിട്ട് തിളപ്പിക്കരുത്, തിളച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം ഇടുമ്പോഴും ഈ സിറപ്പിന് നല്ല ചൂട് വേണം. അപ്പം ചൂട് കുറവാണെങ്കിൽ നമ്മൾ തീ ഒന്ന് കത്തിച്ച് കൊടുത്ത് ചൂട് ആക്കി വെക്കണം സിറപ്പ്. എങ്കിലേ എല്ലാത്തിലും ഈവനായിട്ട് നന്നായിട്ട് പിടിക്കുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഗുലാബ് ജാം റെഡി ആവും. നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ പിടിക്കും. ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. വേണ്ടോ, എല്ലാം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. താങ്ക്സ്.